ബോളിവുഡിനെ ഒരു കാലത്ത് ഇളക്കി മറിച്ച മമത കുൽക്കർണിക്ക് പക്ഷേ സന്യാസിമാരെ തൽക്കാലത്തേക്ക് ഇളക്കി മറിക്കാൻ സാധിച്ചില്ല എന്നാണോ? കുംഭമേളയ്ക്കെത്തിയ സന്യാസിമാർ വരെ ഈ താരസുന്ദരിയുടെ മുന്നിൽ പല ഗ്രൂപ്പുകളായി വിഘടിച്ചു. ഒരു വിഭാഗം മമത എന്ന ശ്രീ യമായി മമത നന്ദഗിരിക്ക് പിന്നാലെ ആരാധനയുമായി ഓടിച്ചെന്ന് നിലയുറപ്പിച്ചു. അപ്പോൾ ഈ താരസുന്ദരിക്ക് ലഭിച്ച സന്യാസി പട്ടം മാത്രമല്ല, മഹാമണ്ഡലേശ്വർ പദവി കൂടിയായിരുന്നു. പല സന്യാസിമാരും കൊതിക്കുകയല്ല, ആഗ്രഹിച്ചിരുന്നൊരു പദവി. അത് പുഷ്പം പോലെയാണ് ആ താരസുന്ദരി അടിച്ചെടുത്തത്. പക്ഷേ ബാബ രാംദേവ് അടക്കം ഏത് രംഭ തിലോത്തമ്മമാർ വന്നാലും തങ്ങളുടെ തപസ്സിളക്കാൻ സാധിക്കില്ല എന്ന നിലപാടെടുത്തതോടെ, മമതയ്ക്കെതിരെ നിന്നതോടെ കിന്നർ അഖാഡ മുട്ടുകുത്തി. സന്യാസം സ്വീകരിച്ച മമത കുൽക്കർണിയെ വിവാദങ്ങൾക്ക് പിന്നാലെ അതിന് മേലെ കൊടുത്ത മഹാമണ്ഡലേശ്വർ പദവിയിൽ നിന്നും കിന്നർ അഖാഡയ്ക്ക് നീക്കേണ്ടി വന്നു. മമത കുൽക്കർണിക്ക് മഹാമണ്ഡലേശ്വർ പദവി നൽകിയതിൽ സന്യാസിമാർക്കിടയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ വന്നു, വിമർശനങ്ങൾ ഉയർന്നു. താരത്തെ അഖാഡയിൽ ചേർത്ത ആചാര്യ ലക്ഷ്മി നാരായൺ ത്രിപാഠിയെയും മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് നീക്കിയതായി കിന്നർ അഖാഡ സ്ഥാപകൻ ഋഷി അജയ്ദാസാണ് അറിയിച്ചത്. 90കളിലെ ജനപ്രിയ ബോളിവുഡ് സിനിമകളിലെ വേഷങ്ങൾക്ക് പേരുകേട്ട താരസുന്ദരി മമത കുൽക്കർണി 2000ന്റെ തുടക്കത്തിൽ മയക്കുമരുന്ന് കേസിലടക്കം പെട്ട് ബോളിവുഡിൽ നിന്ന് നാണം കെട്ട് പടിയിറങ്ങുകയായിരുന്നു. പിന്നെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് വാർത്തകൾ വന്നത് മമത മുംബൈയിൽ തിരിച്ചെത്തിയെന്ന്. പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മമത കുൽക്കർണി കിന്നർ അഖാഡയിലെത്തി തൻ്റെ സന്യാസ ജീവിതത്തിന് തുടക്കമിട്ടത്. കാഷായ വേഷവും രുദ്രാക്ഷ മാലയും അണിഞ്ഞ അഖാഡയിലെത്തിയ മമത ഇനി ശ്രീ യമായി മമത നന്ദഗിരി എന്നറിയപ്പെടുമെന്ന് പ്രഖ്യാപനവും വന്നു. എന്നാൽ താരത്തിൻ്റെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലങ്ങളും വിവാദങ്ങളും പലരും ചൂണ്ടിക്കാട്ടി. അങ്ങനെ അഖാഡയ്ക്കുള്ളിൽ വിമർശനമുയർന്നു. ഇതോടെയാണ് താരത്തെ പുറത്താക്കിയത്. മമതയുടെ മുൻകാല ജീവിതം ചൂണ്ടിക്കാട്ടി പലരും വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. ബാഗേശ്വർ ധാമിലെ പീതാംബർ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയാണ് ആദ്യം മമതയ്ക്കെതിരെ വിമർശനമുയർത്തിയത്. യഥാർത്ഥ സന്യാസി ചൈതന്യമുള്ളവർക്ക് മാത്രമേ മഹാമണ്ഡലേശ്വർ പദവി നൽകാവൂ എന്നാണ് ശാസ്ത്രിയുടെ വിമർശനം. ശാസ്ത്രി ഒരു ശാസ്ത്രിയാണെങ്കിലും കണ്ടെത്തി കഴിഞ്ഞു മമതയുടെ മുഖം മൊത്തം മേക്കപ്പെട്ടതാണെന്ന്. സന്യാസിനൊരു ചൈതന്യം ആ മുഖത്തില്ലെന്ന്. ബാഹ്യമണ്ഡല സ്വാധീനത്തിൽ ഒരാൾ എങ്ങനെ സന്യാസിയോ മഹാമണ്ഡലേശ്വരനോ ആക്കുമെന്നാണ് ശാസ്ത്രിജി ചോദിച്ചത്. തീർന്നില്ല. യോഗ പരിശീലകനും പതഞ്ജലിയുടെ സഹസ്ഥാപനമായ ബാബ രാംദേവും എത്തി വിമർശനങ്ങളുമായിട്ട്. ഇന്നലെ വരെ ലൗകിക സുഖങ്ങളിൽ മുഴുകിയവരെ ഒരൊറ്റ രാത്രി കൊണ്ട് സന്യാസിമാരാക്കുകയായിരുന്നു. അതെങ്ങനെയെന്നാണ് രാംദേവ് ചോദിച്ചത്. ചില ആളുകൾ ഇന്നലെ വരെ ലൗകിക സുഖങ്ങളിൽ മുഴുകിയവർ, ഇന്നലെ വരെ മറ്റ് സ്വപ്നമണ്ഡലങ്ങളിൽ വിരാജിച്ചവർ പെട്ടെന്ന് സന്യാസിമാരെ പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് മഹാമണ്ഡലേശ്വർ പദവിയും കിട്ടി. പേരിന് മുന്നിൽ വെറുതെ ബാബ എന്ന് ചേർക്കുന്നതോ കുംഭമേളയിൽ പങ്കെടുത്ത് റീൽസ് ഇട്ട് പ്രചാരണമുണ്ടാക്കുന്നതോ ഒട്ടും അംഗീകരിക്കാനാകില്ല. മാനുഷികതയെ ദൈവികതയിലേക്കും ആത്മീയതയിലേക്കും ഉയർത്തുക എന്നതാണ് കുംഭമേളയുടെ അന്തസ്സത്തെ എന്ന് ബാബ രാംദേവും പറയുന്നുണ്ട്. അതെങ്കിലും നാം ഒന്ന് വിശ്വസിക്കണം. അങ്ങനെ ബോളിവുഡിനെ ഒരു കാലത്ത് ഇളക്കി മറിച്ച മമത കുൽക്കർണി എന്ന താരസുന്ദരിക്ക് പക്ഷേ സന്യാസിമാരെ മൊത്തത്തിൽ ഇളക്കി മറിക്കാൻ അത്ര പെട്ടെന്ന് സാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. ആരായിരുന്നു ഈ മമത കുൽക്കർണി? എവർക്കും അറിയാം. ഗ്ലാമർ വേഷങ്ങളിലൂടെ 95 മുതൽ തിളങ്ങിയ നായിക നടി. 95ൽ പുറത്തിറങ്ങിയ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒന്നിച്ചഭിനയിച്ച കരൺ അർജുൻ എന്ന ചിത്രത്തിലെ ഇവരുടെ റോൾ ഏറെ ശ്രദ്ധേയമായി. എന്നാൽ 2000ൽ ഇന്ത്യ വിട്ട നടി 2015 ഒരു മയക്കുമരുന്ന് കടത്തി കേസിൽ ചെന്നങ്ങപ്പെട്ടു. ഭർത്താവ് വിക്കി ഗോസ്വാമിയാണ് കൂട്ടുപ്രതി. 200 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തലിൽ അവർ പങ്കാളി എന്നാണ് മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡ് ആരോപിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. പക്ഷേ പിന്നീട് മുംബൈ ഹൈക്കോടതി അവർക്കെതിരായ FIR റദ്ദാക്കി ക്ലീൻ ചിറ്റ് നൽകി. ആ കേസ് മമതയുടെ ബോളിവുഡ് പ്രതിച്ഛായയെ ബാധിച്ചെങ്കിലും ഈ തിരിച്ചുവരൽ കുലുങ്ങിയത് ബോളിവുഡ് ആയിരുന്നില്ല, പ്രയാഗ്രാജിലെ കുംഭമേളയായിരുന്നു. പെട്ടെന്നൊരു ദിവസം സന്യാസിനിയെ മാറിയ മമതയെ കാണാനും സന്യാസിമാരോട് തിക്കും തിരക്കുമായിരുന്നു. കുംഭമേളയുടെ പേരിലുണ്ടായ മറ്റൊരു തിക്കും തിരക്ക് മമതയെ ചുറ്റിപ്പറ്റിയായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം താരാറാണിയുടെ സന്യാസി പട്ടം അഖാഡ തിരിച്ചെടുത്തതോടെ വീണ്ടും കുംഭമേളയും ആരാധകരും ഒന്നുകൂടി കുലുങ്ങി, അത്രമാത്രം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.